സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ പോകുന്നത് PN junction under forward bias, PN junction under reverse bias and its VI characteristics. So PN junction under forward bias. So ഇവിടെ നോക്കി P and N type semiconductor. P type semiconductor connected to positive terminal of the battery. N type semiconductor connected to negative terminal of the battery. Forward biasing. ഇത് നമുക്കറിയാലോ പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ട് ഇവിടെ അല്ലേ ജംഗ്ഷനിൽ. പൊട്ടൻഷ്യൽ ബാരിയർ കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് ഫ്രം വേർ ടു വേർ N to P. EV0 പൊട്ടൻഷ്യൽ ബാരിയർ. ഇനി നമ്മളിവിടെ കൊടുത്ത എക്സ്റ്റേണൽ സപ്ലൈ കാരണം എക്സ്റ്റേണൽ സപ്ലൈന് നമ്മൾ ഫോർവേഡ് ബയസ് വോൾട്ടേജ് ആയതുകൊണ്ട് VF എന്ന് കൊടുത്തു. അത് കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലുണ്ട് P2N. സോ അത് കാരണമുള്ള പൊട്ടൻഷ്യൽ ബാരിയർ EVF. സോ ഒരു ഇലക്ട്രിക് ഫീൽഡ് N2 ഈ ഡയറക്ഷനിലോട്ടും ഒരു ഇലക്ട്രിക് ഫീൽഡ് ആ ഡയറക്ഷനിലോട്ടും. സോ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് റെഡ്യൂസ് ചെയ്തു E ഇൻറ്റു V0 മൈനസ് VF. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റും? ഇലക്ട്രിക് ഫീൽഡ് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയും. സോ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് ഡിക്രീസ് ചെയ്യും. ദ മെജോറിറ്റി കാരിയേഴ്സ് വിൽ പുഷ് ഇൻ ടു ദ ഡിപ്ലീഷൻ റീജിയൻ ആൻഡ് വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ ഇസ് റെഡ്യൂസ്. ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യും. സോ ഡിഫ്യൂഷൻ. അങ്ങനെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യുമ്പോൾ അത് മെജോറിറ്റി കാരിയേഴ്സിനെ എൻഹാൻസ് ചെയ്യും, ഡിഫ്യൂസ് ചെയ്യും. ഒരുപാട് മെജോറിറ്റി കാരിയേഴ്സിന് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും. P-ന്ന് N-ലോട്ടും N-ന്ന് P-ലോട്ടും. ഓക്കെ. നെക്സ്റ്റ് PN ജംഗ്ഷൻ ഉണ്ട് റിവേഴ്സ് ബയാസ്. റിവേഴ്സ് ബയാസിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്? P2 നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി, N2 പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പൊട്ടൻഷ്യൽ ബാരിയർ. ഇലക്ട്രിക് ഫീൽഡ് എന്താ പറയുക ഇൻക്രീസ് ചെയ്യും. E ഇൻറ്റു V0 പ്ലസ് VR എന്നാകും. ആ സമയത്ത് ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും, മെജോറിറ്റി കാരിയേഴ്സ് ഫ്ലോ ചെയ്യില്ല. ഓക്കെ, ദ മെജോറിറ്റി കാരിയേഴ്സ് ആർ പുഷ്ഡ് ഫാർദർ ഫ്രം ദ ഡിപ്ലീഷൻ റീജിയൻ. മെജോറിറ്റി കാരിയേഴ്സ് ഫ്ലോ ചെയ്യില്ല. ദ ആക്ഷൻ ലെഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ. ദ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ ബാരിയർ inhibits the diffusion of majority carriers and the diffusion current falls to 0 at higher bias values. Majority carriersന്റെ diffusion സ്റ്റോപ്പ് ആവും. പക്ഷേ അത് ആർക്കൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും? മൈനോറിറ്റി കാരിയേഴ്സിന് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. സോ അവിടെ ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടായിരിക്കും. However, the current in the potential barrier does not influence minority carriers. The increase in electric field increases the acceleration of minority carriers without causing a change in the number. മൈനോറിറ്റി കാരിയേഴ്സ് കാരണമുള്ള കറണ്ട് അവിടെ ഇൻക്രീസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയാം. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് P ടൈപ്പ് ആൻഡ് N ടൈപ്പ് സെമി കണ്ടക്ടർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് P കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി, N പോസിറ്റീവ്. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് ഫ്രം N ടു P. ഇപ്പം നമ്മൾ കണക്ട് ചെയ്ത സപ്ലൈ വോൾട്ടേജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡും ഇങ്ങോട്ട് തന്നെ ഈ സെയിം ഡയറക്ഷനിലാണ്. സോ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും. എന്ത് വരും? V0 ആണ് നമ്മുടെ പൊട്ടൻഷ്യൽ ബാരിയർ കാരണം. റിവേഴ്സ് ബയസ് വോൾട്ടേജ് നമ്മൾ കണക്ട് ചെയ്ത എക്സ്റ്റേണൽ സപ്ലൈ കാരണമുള്ള വോൾട്ടേജ് VR ആണ്. സോ E ഇൻറ്റു V0 പ്ലസ് VR ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും. മെജോറിറ്റി കാരിയേഴ്സിന് ഫ്ലോ ചെയ്യാൻ പറ്റില്ല, മൈനോറിറ്റി കാരിയേഴ്സിന് ഫ്ലോ ചെയ്യാൻ പറ്റും. സോ ആ കറണ്ട് എന്ന് പറയുന്നത് മൈനോറിറ്റി കാരിയേഴ്സ് വളരെ കുറവ് നമ്പറല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ കറണ്ട് നാനോ ആംബിയേഴ്സിലായിരിക്കും. നെക്സ്റ്റ് വോൾട്ട് ആംബിയർ ക്യാരക്ടറിസ്റ്റിക്സ്. വോൾട്ട് ആംബിയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ വോൾട്ടേജ്, വൈ ആക്സിസിൽ കറണ്ട്. സോ ഫോർവേഡ് ബയാസിങ് ക്യാരയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. തേർഡ് ക്വാഡ്രൻറ്റിൽ റിവേഴ്സ് ബയാസ്. നമുക്കറിയാം ബാരിയർ പൊട്ടൻഷ്യൽ 0.7 വോൾട്ടേജ് ആണ് സിലിക്കണിന്. സോ ആ ബാരിയർ പൊട്ടൻഷ്യൽ ആകുമ്പോൾ ഡിഫ്യൂഷൻ സ്റ്റോപ്പ് ആകുമ്പോൾ കറണ്ട് ഇല്ല. സോ ആ ബാരിയർ പൊട്ടൻഷ്യൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതതിൻ്റെ കട്ട് ഓഫ് പോലെ ആക്ട് ചെയ്യും. ആരുടെ? സിലിക്കൺ സെമി കണ്ടക്ടറിൻ്റെ. ബാരിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് നമ്മൾ ബയസിങ് കൊടുക്കുമ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്യും. എന്നാൽ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ കറണ്ട് വളരെ കുറവായിരിക്കും. മൈനോറിറ്റി കാരിയേഴ്സ് കാരണമുള്ള കറണ്ടേ ഉള്ളൂ. എന്നാൽ ഒരു പ്രത്യേക നെഗറ്റീവ് വോൾട്ടേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് അബ്രപ്റ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അതിന് ബ്രേക്ക് ഡൗൺ പ്രോസസ്സ് എന്ന് പറയും. നമ്മൾ പിന്നീട് പഠിക്കും. സോ ഇൻ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ കറണ്ട് വളരെ സ്മോളാണ്. നെഗറ്റീവ് വോൾട്ടേജ് വളരെയധികം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ബ്രേക്ക് ഡൗൺ സംഭവിച്ചതിന് ശേഷം ഇൻക്രീസ് ചെയ്യും. സോ ഇത്രയാണ് വോൾട്ട് ആംബിയർ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്.